സംസ്ഥാനത്ത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സ്ഥാനാർത്ഥി ചിത്രം പൂർണ്ണമായതോടെ പ്രചാരണം കൊഴുപ്പിച്ചിരിക്കുകയാണ് മുന്നണികൾ. കെ സുധാകരന്റെയും എൽദോസ് കുന്നപ്പള്ളിയുടെയും തുടർനീക്കം വീക്ഷിക്കുകയാണ് കോൺഗ്രസ്. RJD വിട്ട വി സുരേന്ദ്രൻപിള്ളയെ തിരുവനന്തപുരം സെൻട്രലിൽ BJP സ്ഥാനാർത്ഥിയായി ഇന്ന് പ്രഖ്യാപിച്ചേക്കും. കൂടുതൽ വിവരങ്ങളുമായി അൻഫിഡ് ഡിസൂസ ചേരുകയാണ്. അൻഫിഡ്, ഇനിയിപ്പോൾ തെരഞ്ഞെടുപ്പിന് അധികം ദിവസങ്ങളില്ല, വിരലിലെണ്ണാവുന്ന ദിവസങ്ങളേ ഉള്ളൂ നമ്മൾ പോളിംഗ് ബൂത്തിലേക്ക് പോകാൻ. നാമനിർദ്ദേശ പത്രിക നൽകേണ്ടത് തിങ്കളാഴ്ചയാണ്. ഇനിയിപ്പോൾ ദിവസങ്ങളൊന്നുമില്ല. എങ്ങനെയാണ് മുന്നണികളുടെയൊക്കെ മുന്നോട്ടുള്ള പോക്ക്? തീർച്ചയായും ഒരു മത്സര ചിത്രം ഇന്നലെ രാത്രിയോടുകൂടി പൂർണ്ണമായി. കാരണം രാത്രി 10 മണിയോടുകൂടി കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട പട്ടിക അനിശ്ചിതങ്ങൾക്കും ആകാംക്ഷയ്ക്കുമൊക്കെ ഒടുവിൽ കോൺഗ്രസിന്റെ രണ്ടാം ഘട്ട തെരഞ്ഞെടുപ്പ് ചിത്രം പുറത്തു വന്നതോടുകൂടി ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനത്ത് മുന്നണികളുടെ സ്ഥാനാർത്ഥി ചിത്രമൊക്കെ പൂർത്തിയാവുകയാണ്. ഏറെക്കുറെ ഒന്നോ രണ്ടോ മണ്ഡലങ്ങൾ, ഒന്നോ രണ്ടോ പാർട്ടികളുടെ സ്ഥാനാർത്ഥികൾ മാറിയാൽ ഏറെക്കുറെ എല്ലായിടത്തും കോവളത്ത് തിരുവനന്തപുരത്ത് പറയുകയാണ്, തിരുവനന്തപുരം സെൻട്രൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കണം, BJPയുടെ സ്ഥാനാർത്ഥി ആരെന്ന് പ്രഖ്യാപിക്കണം. അങ്ങനെ ഒന്നോ രണ്ടോ സ്ഥാനാർത്ഥികളെ ഒഴിച്ചിട്ടാൽ ഏറെക്കുറെ സ്ഥാനാർത്ഥികളുടെ ചിത്രം, പൂർണ്ണ ചിത്രം തെളിഞ്ഞിരിക്കുന്ന ഒരു സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത്. അതുകൊണ്ട് തന്നെ ഇന്നു മുതൽ തെരഞ്ഞെടുപ്പ് ആ കളത്തിലേക്ക് ആവേശത്തോടുകൂടി തന്നെയാണ് മുന്നണികളൊക്കെ തന്നെയും ഇറങ്ങുന്നത്. പലയിടത്തും കടുത്ത പോരാട്ടം, കടുത്ത ത്രികോണം, ശക്തമായ ത്രികോണ മത്സരം നടക്കുന്ന ഒട്ടേറെ നിയമസഭാ മണ്ഡലങ്ങൾ ഇത്തവണ ഈ സംസ്ഥാനത്ത് 2026 ഉണ്ട് എന്നതാണ് ഏറ്റവും ശ്രദ്ധേയമാകുന്നത്. കാരണം BJP ശക്തമായ തേരോട്ടമാണ് ഇത്തവണ സംസ്ഥാനം നടത്തുന്നത്. പല മണ്ഡലങ്ങളും ശക്തമായ സ്ഥാനാർത്ഥികൾ തന്നെയാണ്. ഏറെ പ്രതീക്ഷയാണ് BJP കൂടി കളത്തിലേറെ പ്രതീക്ഷയോടുകൂടി വന്നതോടുകൂടിയാണ് ഒട്ടേറെ മണ്ഡലങ്ങളിലാണ് തീപാറുന്ന പോരാട്ടം ഇത്തവണ, ത്രികോണ മത്സരം ഇത്തവണ ഒട്ടേറെ മണ്ഡലങ്ങൾ ഉണ്ടാകുന്നു. അങ്ങനെ എല്ലാ രീതിയിലും വളരെ ശക്തമായൊരു മത്സരമാണ്. കണ്ണും കാതും കൂർപ്പിച്ച് തന്നെയാണ് മത്സരത്തിനായി, പ്രചാരണത്തിനായി ദിവസങ്ങൾ വളരെ കുറവാണ് എന്നതും മറ്റൊരു സവിശേഷതയാണ് ഈ 2026 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ. ആദ്യം സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ച് കളത്തിലിറങ്ങുന്നത് ഇടതുമുന്നണി, അതായത് CPM-ഉം CPI-യും ആദ്യ ദിവസം തന്നെ സ്ഥാനാർത്ഥി വിജ്ഞാപനം വന്ന് മണിക്കൂറുകൾക്ക് ശേഷം തന്നെ ഈ പ്രചാരണവുമായി, അതായത് റോഡ് ഷോ അടക്കം പ്രചാരണവുമായി കളം പിടിക്കുന്നു. അതിന് തൊട്ട് പിന്നാലെ തൊട്ടടുത്ത ദിവസം BJP ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി BJP വരുന്നു. ആ ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയിൽ ഏറ്റവും കൂടുതൽ പ്രതീക്ഷയുള്ള സ്റ്റാർ മണ്ഡലങ്ങളിലെ സ്റ്റാർ സ്ഥാനാർത്ഥികൾ, കരുത്തന്മാർ തന്നെ കളത്തിലിറങ്ങി പ്രചാരണത്തിന് റോഡ് ഷോയ്ക്കുമൊക്കെ നയിക്കുന്നു. അതിനുശേഷം 2 ദിവസം വൈകി ഒന്നാം ഘട്ട സ്ഥാനാർത്ഥി പട്ടികയുമായി കോൺഗ്രസ് വരുന്നു. അതിനു മുമ്പ് തന്നെ കരുത്തന്മാരൊക്കെ തന്നെ കളത്തിലിറങ്ങി കഴിഞ്ഞിരുന്നു. പിന്നീട് ഏറ്റവും കൂടുതൽ അനിശ്ചിതത്വവും പ്രതിസന്ധിയും ഒക്കെ ഉടലെടുത്തത് കോൺഗ്രസിലായിരുന്നു എന്നൊക്കെ നമുക്കറിയാം. 4 ദിനരാത്രങ്ങൾ നീണ്ട പ്രതിസന്ധിക്കും വെല്ലുവിളികൾക്കും ഒടുവിൽ കോൺഗ്രസിന്റെയും സ്ഥാനാർത്ഥി പട്ടികയുടെ ചിത്രം പൂർണ്ണമായി ഇന്നലെ രാത്രിയോടുകൂടി. അതോടുകൂടി സംസ്ഥാനത്ത് സ്ഥാനാർത്ഥികളൊക്കെ ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. അതായത് 20 താഴെ ദിവസങ്ങൾ മാത്രമേ. നിശബ്ദ പ്രചാരണം ഉൾപ്പെടെ നിഷേധ പ്രചാരണത്തിന് തൊട്ട് തലേന്ന് നോക്കുകയാണെങ്കിൽ 20 താഴെ ദിവസങ്ങൾ മാത്രമേ സംസ്ഥാനത്ത് പരസ്യ പ്രചാരണത്തിനായി മുന്നണികൾക്കുള്ളൂ. അതുകൊണ്ട് തന്നെ ഇതിനിടയിൽ ഇന്നിപ്പോൾ ഈദ് പെരുന്നാളിന്റെ ബഹളവും തിരക്കുമാണ്. അതോടൊപ്പം തന്നെ ഇന്ന് ഈദ് പെരുന്നാൾ ആയതുകൊണ്ട് തന്നെ പലയിടത്തും ഈദ് നമസ്കാരത്തിനായി എത്തുമ്പോൾ സ്ഥാനാർത്ഥികളൊക്കെ തന്നെ ആവേശത്തോടുകൂടി, കാരണം എല്ലാവരെയും വോട്ടർമാരെയൊക്കെ കൂട്ടത്തോടുകൂടി കാണാൻ കിട്ടുന്ന ഒരു അവസരം കൂടിയാണ്. അതുകൊണ്ട് പലയിടത്തും പള്ളികളിൽ രാവിലെ തന്നെ ഈദ് നമസ്കാരം നടക്കുമ്പോഴൊക്കെ തന്നെ എല്ലാ മണ്ഡലങ്ങളിലും സ്ഥാനാർത്ഥികളുടെ ഒരു കൂട്ടത്തോടുള്ള വരവും വോട്ടഭ്യർത്ഥനയുള്ള കാഴ്ചകളൊക്കെ തന്നെ നമുക്ക് സംസ്ഥാനത്ത് വിവിധ ഇടങ്ങളിൽ ആ കാഴ്ചയും കാണാൻ കഴിയും. ഒപ്പം തന്നെയും അതിനുശേഷം പിന്നെ ഈസ്റ്ററിലേക്ക് പോകുന്നു. ഏപ്രിൽ ആദ്യവാരം വിശുദ്ധവാരം തുടങ്ങുന്നു. ഈസ്റ്ററുമായി ബന്ധപ്പെട്ട ആചാരക്രമങ്ങളും ഒക്കെ വരുന്ന സമയത്തൊക്കെ അവിടെ സ്ഥാനാർത്ഥികൾ. അങ്ങനെ ഇനിയുള്ള ദിവസം എന്ന് പറയുന്നത് വലിയ രീതിയിൽ തന്നെയാണ് ആവേശം. റോഡ് ഷോയും ഒക്കെയായി കളം പിടിക്കുന്ന സ്ഥാനാർത്ഥികളൊക്കെ തന്നെയാകും മായ തീർച്ചയായും നമുക്ക് കാണാൻ കഴിയുന്നത്. ഇത്തവണ ഈ തെരഞ്ഞെടുപ്പ് കാലത്ത് മുൻപൊക്കെ ഉണ്ടാവാറുണ്ട്, എന്നിരുന്നാൽ പോലും വലിയ അസ്വാരസ്യങ്ങൾ, അതൃപ്തി, അതൊക്കെ സ്ഥാനാർത്ഥി നിർണയ സമയത്ത് അത് ഒരു പാർട്ടിയിൽ മാത്രമൊന്നുമല്ല, വിവിധ മുന്നണികളിൽ അത് പ്രകടമാണ്. അതോടൊപ്പം തന്നെ ശ്രദ്ധേയമായി മറ്റൊന്ന്, ഈ സ്ഥാനമുറപ്പിച്ച സ്ഥാനാർത്ഥികളുണ്ടല്ലോ, അവരൊക്കെ ആദ്യം തന്നെ ജനങ്ങളിലേക്ക് വരുന്നത് റോഡ് ഷോയിലൂടെയാണ്. മുൻപൊന്നും നമ്മുടെ സംസ്ഥാനത്ത് ഇത്ര വ്യക്തമായി ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. പ്രചരണത്തിലും വലിയ മാറ്റങ്ങളാണെന്ന് തോന്നുന്നു ഇത്തവണ ഉണ്ടായത് വിവിധ മുന്നണികളിൽ. തോന്നിയില്ലേ അത്?
തീർച്ചയായും കാരണം ഇത്തവണ പ്രതീക്ഷിക്കുന്നത് വളരെ കുറച്ച് ദിവസം മാത്രമേ ഉള്ളൂ. കാരണം ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് വളരെ നേരത്തെ തെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചു. അപ്പോൾ ഒരു 25 ഒരു മാസം പോലുമില്ല, 25-24 ദിവസം മാത്രമായി, അല്ലെങ്കിൽ വളരെ കുറച്ച് ഒരു മാസത്തെ താഴെ ദിവസം മാത്രം പരസ്യ പ്രചാരണത്തിൽ കിട്ടുമ്പോൾ ആദ്യമേ തന്നെ റോഡ് ഷോ എടുത്ത് കളം പിടിക്കുകയാണ് ഇടതുമുന്നണി. അതായത് പ്രത്യേകിച്ച് CPM ആദ്യമേ പ്രഖ്യാപിച്ചിരുന്നു തെരഞ്ഞെടുപ്പ് വരുന്നു, അതിന്റെ വിജ്ഞാപനത്തിന് തൊട്ട് പിന്നാലെ മണിക്കൂറുകൾക്കകം ഞങ്ങൾ പ്രഖ്യാപിക്കും, കാരണം ഞങ്ങൾക്കിനി അതിനകത്ത് തർക്കങ്ങളൊന്നുമില്ല എന്ന് ആദ്യമേ അവർ ഓരോ വാർത്താ സമ്മേളനം നടത്തുമ്പോഴും ടി.പി. രാമകൃഷ്ണനായാലും ബിനോയ് വിശ്വമായാലും ഇത് പറഞ്ഞുകൊണ്ടേയിരുന്നു. അപ്പോൾ അത് തെളിയിക്കണമെങ്കിൽ അവർക്ക് ഒരു റോഡ് ഷോയിൽ കൂടെ തന്നെയാണ് അത് നടത്തേണ്ടത്. കാരണം റോഡ് ഷോ അത് AK സെന്ററിൽ നിന്ന് VK പ്രശാന്ത് വട്ടിയൂർക്കാവ് സ്ഥാനാർത്ഥി റോഡ് ഷോ നടത്തുന്നു. ഒപ്പം തന്നെ കടകംപള്ളി സുരേന്ദ്രൻ, ഒപ്പം തന്നെ ശിവൻകുട്ടി, തലസ്ഥാനത്ത് 3 ജില്ല, മറ്റിടത്ത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ അതിൽ നിന്ന് അവർ നൽകുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത് റോഡ് ഷോ നടത്തി ഞങ്ങൾ അത്രത്തോളം സജ്ജമാണ് എന്ന് അവർ ആദ്യം കാണിച്ചു കൊടുക്കുന്നു. തൊട്ടടുത്ത ദിവസം BJPയുടെ ആദ്യഘട്ട സ്ഥാനാർത്ഥി പട്ടിക വരുമ്പോൾ അവിടെ രാജീവ് ചന്ദ്രശേഖർ, മാർഷിയിലേക്ക് അടക്കം കരുത്തരൊക്കെ തന്നെ V മുരളീധരൻ അടക്കമുള്ള എല്ലാ പ്രബലരും തന്നെയും തൊട്ടടുത്ത ദിവസം ഈ റോഡ് ഷോ ഒരു മെസ്സേജാണ്. കാരണം ആദ്യമേ തന്നെ റോഡ് ഷോയിലൂടെ കളം പിടിക്കുമ്പോൾ എല്ലാ രീതിയിലും പ്രചാരണത്തിൻ്റെ ദിവസങ്ങൾ കുറഞ്ഞാൽ പോലും ഞങ്ങളൊക്കെ ഇവിടെ കളം പിടിച്ചു കഴിഞ്ഞു, ഞങ്ങൾ പൂർണ്ണമായി സജ്ജമാണ് എന്ന് വോട്ടർമാരെ അറിയിക്കുന്ന ഈ തെരഞ്ഞെടുപ്പ് കളത്തിൽ ഞങ്ങൾ ഇറങ്ങിക്കഴിഞ്ഞു എന്ന് അറിയിക്കുന്ന ഒരു മെസ്സേജ് കൂടിയാണ് റോഡ് ഷോ. അതുകൊണ്ട് തന്നെയാണ് തുടക്കത്തിലെ ഇവർ റോഡ് ഷോ നടത്തി കളം പിടിക്കുന്നത്. മാത്രമല്ല വോട്ടഭ്യർത്ഥന വീടുകൾ തോറുമുള്ള സ്ഥലങ്ങളിൽ അത് വോട്ടർമാരെ നേരിട്ട് കണ്ട് വോട്ടഭ്യർത്ഥിക്കുന്നതും അതോടൊപ്പം തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആദ്യമേ റോഡ് ഷോകൾ കൊണ്ട് പൂർണ്ണമായി റോഡ് ഷോ കൊണ്ട് കളം പിടിച്ച് അവിടെ മത്സര ചിത്രം, അതായത് മത്സരത്തിൽ പ്രചാരണ രംഗം കൊഴുപ്പിക്കുക, അത് തന്നെയാണ് 3 മുന്നണികളും ഇവിടെ ലക്ഷ്യമിടുന്നത്. അതിന്റെ ഭാഗമായി തന്നെ കോൺഗ്രസ് നമ്മൾ കണ്ടതാണ്, ഈ പ്രഖ്യാപനം വൈകുന്നതിന് മുമ്പ് തന്നെ കളം നിറഞ്ഞു പല സ്ഥാനാർത്ഥികളും. ഈ TN പ്രതാപനെ നമ്മൾ അവിടെ കാണുന്നു, മണലൂരിൽ കാണുന്നു, വട്ടിയൂർക്കാവ് K മുരളീധരൻ അടക്കമുള്ള പ്രമുഖർ ഉറപ്പിച്ച് തർക്കമില്ലാത്ത സീറ്റുകളിലെ സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനത്തിന് പോലും കാത്തിരിക്കാതെയാണ്. പക്ഷെ അവർക്ക് റോഡ് ഷോ നടത്താൻ കഴിയില്ലായിരുന്നു. അതിനു മുമ്പ് തന്നെ അവർ കളം നിറയുന്നത്. കാരണം ഇവരൊക്കെ തന്നെ കാണുന്നത് വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമാണ്. ദിവസങ്ങൾ എത്ര കുറഞ്ഞാണെങ്കിലും ഞങ്ങളൊക്കെ തന്നെയും ഇവിടെ ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്ത് കളം പിടിച്ചു കഴിഞ്ഞു, പ്രചാരണത്തിൽ സജീവമാണ്. എന്തിനെ നേരിടാൻ, തെരഞ്ഞെടുപ്പിനെ നേരിടാൻ ഞങ്ങൾ പണ്ടേ ഒരുക്കമായി ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുന്നു എന്നൊരു മെസ്സേജ് നൽകുക കൂടി തന്നെയാണ് ഇതിലൂടെ 3 മുന്നണികളും ലക്ഷ്യമിടുന്നത്. അൻഫിൽട്ടാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. ഇനി